കരിങ്കൊടിയൊന്നും കാണിച്ചാൽ പിന്നോട്ട് പോകുന്നവരല്ല, മുന്നോട്ട് തന്നെ പോകുമെന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കരിങ്കൊടിക്ക് മുന്നിൽ പേടിച്ചോടുന്ന ഭീരുത്വമല്ല, കരിങ്കൊടിക്ക് മുന്നിൽ അതിലൂടെ നടന്നുപോയി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഇച്ഛാശക്തിയുണ്ട്. മന്ത്രി ഒരു പൊതുപരിപാടി കഴിഞ്ഞ് മന്ത്രി മടങ്ങുകയായിരുന്നു. റാന്നിയിലെ ഒരു ആശുപത്രിയിലെ പരിപാടിയായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. തൊട്ടുപുറകിൽ പ്രമോദ് നാരായണൻ MLA ഉണ്ടായിരുന്നു. എന്തായാലും കരിങ്കൊടി പ്രതിഷേധം നടത്താനെത്തിയ യൂത്ത് കോൺഗ്രസുകാർക്ക് നടുവിലേക്ക് മന്ത്രി എത്തുകയായിരുന്നു. എന്തായാലും ഇതിനിടയിൽ മുദ്രാവാക്യം വിളി തുടർന്നു. അവരോട് സംസാരിക്കാൻ തനിക്ക് അവസരം വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പോലീസ് മന്ത്രിക്ക് ചുറ്റും നിന്ന് വലയം തീർക്കാൻ ശ്രമിച്ചുവെങ്കിലും മന്ത്രി പോലീസുകാരോട് മുഴുവൻ മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഞാൻ സംസാരിച്ചുകൊള്ളാമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുകയായിരുന്നു. യൂത്ത് കോൺഗ്രസുകാർ ആശാവർക്കർമാരുടെ സമരം 15 ദിവസമായി തുടരുന്നു. അത് തീർക്കാൻ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചു മറുപടി, നിങ്ങൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ട് ആശാവർക്കർമാർക്കെന്ന് മന്ത്രി തിരികെ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രമോദ് നാരായണൻ MLA അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തി. റാന്നി DYSP ജയരാജ് അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് മന്ത്രി വളരെ ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും മന്ത്രി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടുവിലേക്ക് എത്തി ഈ സമരം ചെയ്യുന്നത് എന്തിനാണ് എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യം ആണ് പത്തനംതിട്ടയിൽ നിന്നുണ്ടായത്. കരിങ്കൊടിയൊന്നും കാണിച്ചാൽ പിന്നോട്ട് പോകുന്നവരല്ല, മുന്നോട്ട് തന്നെ പോകുമെന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.